നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതെ വിഷ്ണുട്ടാ, ഇപ്പോഴേ ഈ കാർമേഘങ്ങളൊക്കെ നീങ്ങി അന്തരീക്ഷം ഏതാണ്ട് തെളിഞ്ഞ മട്ട. പക്ഷേ ചെറിയൊരു തടസ്സമുണ്ട്. അതെന്താന്നല്ലേ ചോദിക്കണേ? ആ, കല്യാണം കഴിഞ്ഞവരിവിടെ വന്ന ശേഷം ഇവർക്കൊന്ന് സമാധാനമായിട്ട് ഒരിടത്തിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ വിഷ്ണുട്ടാ? അതെ, പൂജയും ഹോമവും പ്രാർത്ഥനയും ഒക്കെ ആയിരുന്നില്ലേ? ആ, എന്നാ പിന്നെ നമുക്കേ ഒരു ഹണിമൂൺ ട്രിപ്പ് അങ്ങ് പ്ലാൻ ചെയ്താലോ? ഊട്ടി, കൊടൈക്കനാല്, അങ്ങനെ എന്തെങ്കിലും പാക്കേജ്? എവിടെ പോവാ? അവിടെ നിൽക്ക്, പറയട്ടെ. അതെ, തൽക്കാലം അത്രയും ദൂരൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ അടുത്തെവിടെയെങ്കിലും. ഈ മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ നിന്ന് ഇവരുടെ മനസ്സൊന്ന് മാറിക്കിട്ടണം. ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ നമുക്ക് ആ ടൂറിസ്റ്റ് വില്ലേജിലേക്ക് പോവാം. അവിടെ ആകുമ്പോ റെസ്റ്റോറന്റ് പാർക്കൊക്കെ ഉണ്ടല്ലോ, മനസ്സും ഒന്ന് തെളിയും. എന്തേ, ഓക്കെ അല്ലേ? ആ, എന്താ പങ്കജം? അല്ല, ചായയോ മറ്റോ കുടിക്കാൻ വേണോന്ന് ചോദിക്കാൻ. ഒന്നും വേണ്ട, എന്തേലും വേണമെങ്കിൽ അങ്ങോട്ട് അറിയിച്ചോളാം. എന്നാ പിന്നെ ജ്യൂസ് എടുക്കാം, ഒന്ന് തണുക്കാൻ നല്ലതാ. എനിക്ക് വേണ്ടത് കിട്ടി, ടൂറിസം വില്ലേജ്. നിന്നോട് പോവാനല്ലേ പറഞ്ഞേ? പിന്നെ കിന്നാരം പറഞ്ഞോട് നിക്കണ്ട. ഈ അമ്മ ഓരോന്നര ജോലിക്ക് വെക്കും. ആ, എന്നാലേ നമുക്ക് അങ്ങനെ തന്നെ തീരുമാനിക്കാം, ടൂറിസം വില്ലേജ്. ആ, അപ്പൊ എങ്ങനെ പുറപ്പെടുവല്ലേ? അതെ, ഞങ്ങൾ റെഡി ആകുമ്പോഴേക്കും നിങ്ങൾ റെഡി ആവണം കേട്ടോ. അതെ അതെ അതെ. എടോ, ഇവര് കടലിൽ കട്ടറുമ്പായിട്ട് നമ്മൾ വേണോ? അതെ, ഒരു വെടിനിർത്തൽ കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഇനി ഒരു യുദ്ധപ്രഖ്യാപനം ഉടനെ ഉണ്ടാവാതിരിക്കാൻ തൽക്കാലം 2 കട്ടറുമ്പുകൾ ഇടയിലുണ്ടാവുന്നത് വളരെ നല്ലതാ, അല്ലേ മോളെ? വാ, നമുക്ക് റെഡിയാവാം. റെഡിയാവണേ. താങ്ക്സ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. സത്യമ്മയുടെ ശിക്ഷയെന്ന് എന്നെ നിങ്ങൾ രക്ഷിച്ചതിനോ സ്വയം കുറ്റയേറ്റതിനോ അല്ല ഈ താങ്ക്സ്. എല്ലാം കഴിഞ്ഞിട്ടും തെറ്റ് ചെയ്തത് ഞാനാണെന്നും നിങ്ങൾ ത്യാഗം ചെയ്ത് കുറ്റം ഏൽക്കുകയായിരുന്നെന്നും മറ്റുള്ളവരുടെ മുന്നിൽ വിളംബരം ചെയ്തതിന്. അങ്ങനെ സ്വയം ത്യാഗിയായ ഒരു ഭർത്താവിന്റെ വേഷത്തിൽ സഹതാപ തരംഗം പടർത്തുന്നതിന്, കയ്യിലിരിക്കുന്ന മാണിക്കക്കല്ലിന്റെ വില അറിയാത്ത മന്ദബുദ്ധിയായി എന്നെ വാഴ്ത്തുന്നതിന്, എല്ലാത്തിനും താങ്ക്സ്. എന്നോടുള്ള സ്നേഹം കൊണ്ടാ നിങ്ങൾ കുറ്റേറ്റതെന്ന് ഞാൻ വെറുതെ മോഹിച്ചു. ഒഴുക്കിക്കളഞ്ഞ കണ്ണീര് പാഴായി പോയിന്ന് എനിക്കിപ്പോ മനസ്സിലായി. പേടിക്കണ്ട, അസംബന്ധ നാടകം അതുപോലെ തന്നെ തുടർന്നോട്ടെ, എനിക്കൊരു പരാതിയില്ല. ടൂറിസം വില്ലേജിലേക്കോ മറ്റെവിടേക്കെങ്കിലോ കോമാളി വേഷം കെട്ടി വരാൻ ഞാൻ തയ്യാറാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ അവിടെ എത്തുന്നതിന് മുമ്പ് സേതുമാധവന്റെ ശ്വാസം മുകളിലേക്ക് പോകും. അതിനുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ടാ ഞാൻ ഈ ആത്മവിശ്വാസത്തിൽ നിൽക്കുന്നത്. ഇന്ന് സേതുമാധവന് മരുന്നെടുത്ത് കൊടുക്കുന്നതും ഇൻസുലിൻ എടുക്കുന്നതുവേ അനഘയാ. അനഘ സിറിഞ്ചിൽ നിറയ്ക്കുന്നത് ഇൻസുലിൻ അല്ല. അയാളെ എല്ലാ രോഗത്തിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള വിശ്വാസം. നീ
നീയെല്ലാം പറയാനായിട്ട് അയാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അനക്ക് അയാളെ മുകളിലോട്ട് പറഞ്ഞു വിട്ട് കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ വെച്ച് നീ തീരുമാനം മാറ്റണം. ഒന്നുകൂടി നീ അറിഞ്ഞോ, ആ മാനേജർ വിജയെ കൊന്നത് ഞാൻ തന്നെയാ. അവൻ പണ്ടേ എനിക്കൊരു ബാധ്യതയായിരുന്നു. ആ ബാധ്യത ഞാൻ അങ്ങ് തീർത്തു. നീ ഈ കാര്യമൊന്നും ആരോടും പറയാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. ഒന്നും നടന്നില്ലെങ്കിൽ നീ എല്ലാം പറഞ്ഞു തരുന്നതിന് മുമ്പ് ഏത് വിധേന ഞാൻ അയാളെ കൊല്ലും. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ, കൊല്ലും കൊല്ലുന്ന് ഞാൻ വെറുതെ പറയുന്നതല്ലാന്ന്. അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്കി ജീവിക്ക, നല്ല വഴിയിലൂടെ മാത്രം നടക്ക്. എന്റെ വഴി കൊല്ലും കൊലയും രക്തവും ഒക്കെ നിറഞ്ഞതാ. അത് നിനക്ക് പരിചയമില്ലാത്ത വഴിയാ. അതുകൊണ്ട് നീ ആലോചിക്ക് എന്ത് വേണമെന്ന്. എനിക്കൊന്നേ പറയാനുള്ളൂ, അബദ്ധം കാണിച്ച് നീ ആ സേതുമാധവനെ മക്കളെ കൊല്ലരുത്. എന്റെ എന്തെങ്കിലും കാര്യം അവിടെ ആരെങ്കിലും അറിയുന്ന നിമിഷം ഞാൻ പിന്നീട് എപ്പോഴോ ചെയ്യാനിരിക്കുന്ന കാര്യം ഇപ്പൊ ചെയ്യേണ്ടി വരും. അതിന്റെ അവസാനം നിനക്ക് നല്ലൊരു പേര് കിട്ടും, വിധവ. വിധവയായിട്ട് അധിക സമയം നിനക്ക് ജീവിക്കേണ്ടി വരില്ല. അതിനു മുമ്പേ നിന്നെ ഞാനങ്ങ് പറഞ്ഞു വിടും. അതുകൊണ്ട് എടുത്തു ചാടി നീ ഒന്നും ചെയ്യല്ലേ അർച്ചന. ഈ താലി നീ കുറച്ചു നാളുകൂടി ഇട്ട് നടക്ക്. എന്നാ അവന്തികടത്തി പോട്ടെ. ഒരു ഓട്ടോ വിളിച്ച് പതുക്കെ അങ്ങ് വന്നാ മതി. ഇനിയിപ്പൊ വെപ്രാളപ്പെട്ട് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പെട്ടെന്ന് വച്ചേക്കണം, എനിക്ക് അധികം നേരം നോക്കി നിൽക്കാനൊന്നും പറ്റത്തില്ല. മഹേട്ടനാണല്ലോ എന്റെ ശ്രീ മഹേശ്വര, നീ ഞങ്ങളെ കൈവിട്ടില്ലല്ലോ. മഹേട്ടാ, ഞാനാ. നീ എവിടെയാ? എന്താ പറ്റിയത്? മഹേട്ടാ, ഞങ്ങൾ എല്ലാരും അപകടത്തിലാ. എന്താ ഉണ്ടായത്? എന്തായാലും നീ കാര്യം പറ. രേഷ്മയും മാളും മറ്റു കുട്ടികളും ഒക്കെ എവിടെ? അവരെല്ലാരും ഇവിടെ ഉണ്ട്. ഞങ്ങള് അവിടുന്ന് പോകുന്നപ്പോ മുതല് പ്രശ്നങ്ങളാ. എന്നിട്ട് നിങ്ങളിപ്പോ എവിടെയാ? ഞാനിപ്പോ ഒരു കുഞ്ഞിന് മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ സമയത്ത് അയാൾ കാണാതെ വിളിക്കുന്നതാ. നീ പേടിക്കാതെ ഗംഗേ, ഞാൻ ഉടനെ തന്നെ വരാം. നീ ഏതാ സ്ഥലം പറ. അത് മഹേട്ടാ, എനിക്ക് ഈ സ്ഥലം അറിയില്ല. ഒരു കാട്ടുവഴിയില്ല. ഇവിടെ ഒരു ഹലോ ഹലോ ഗംഗേ, ഗംഗേ നീ എന്തൊന്നും മിണ്ടാത്തേ? പറയൂ ഗംഗേ. എന്താ മഹി, എന്താ പറ്റിയത്? പറയാം.
എന്താ ഗംഗ, എന്താ നീ ഒന്നും മിണ്ടാത്തത്? ഹലോ ഹലോ, ഗംഗ എന്താ പറയുന്നത്? അവരെന്തോ വലിയ അപകടത്തില. ഞാൻ പറഞ്ഞില്ലേ, ആ ഹെൽപ്പർ അയാള് ശരിയല്ല. അയാൾ ഇതിന്റെയൊക്കെ പിന്നില്. അയ്യോ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എനിക്കറിയില്ല. ഗംഗ തലം പറഞ്ഞു തുടങ്ങിയപ്പോഴാ അവിടെ ആരോ വന്നത്. മിക്കവാറും അത് അയാൾ തന്നെയാവും. മഹി ആ ഫോണിങ് തന്നെ. ഗംഗേ നീ കേൾക്കുന്നില്ലേ? വേണ്ട ജിത്ത്, സംസാരിക്കണ്ട. അതവിടെ കൂടുതൽ പ്രശ്നമാവും. ചിലപ്പോ അയാൾ ഗംഗയെ ഉപദ്രവിച്ചെന്നും വരാം. ആ അത് ശരിയാ. ആ ഫോണിങ് ഇതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേച്ചി ചേച്ചി നീ ആരാ? എന്താ വേണ്ടത്? ചേച്ചി എന്നെ ഒന്ന് സഹായിക്കണം. എന്താ? എനിക്ക് ഫോണും തരാമോ? അത്യാവശ്യമായിട്ട് ഒരാളെ വിളിക്കാനാ. ഇല്ല, അങ്ങനെ വഴി പോകുന്നവർക്കൊന്നും എന്റെ ഫോൺ കൊടുക്കാൻ പറ്റില്ല. നീ ഇനി ഈ ഫോൺ ഉപയോഗിച്ച് എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാലേ ഞാൻ ഇനി അതിന്റെ പുറകെ തൂങ്ങേണ്ടി വരും. ഇല്ല ചേച്ചി, ഭഗവാനെ ഓർത്ത് സഹായിക്കണം. അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാ. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ചേച്ചി ഒരു തരി മനസാക്ഷി കാണിക്കണം. എനിക്ക് ഒരേ ഒരു കോള് വിളിക്കാനേ ഉള്ളൂ. പ്ലീസ് ചേച്ചി. നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? എന്റെ ഫോൺ ഞാൻ ആർക്കും കൊടുക്കില്ല. ചേച്ചി പ്ലീസ് ദയ കാണിക്കണം. ഒരുപാട് കുഞ്ഞുങ്ങളുടെ ജീവൻ അപകടത്തില. ഇപ്പൊ ചേച്ചി ദയ കാണിച്ച ശ്രീ മഹേശ്വരൻ ചേച്ചി അനുഗ്രഹിക്കും. എനിക്ക് ഈശ്വരന്റെ അനുഗ്രഹമല്ല, പണമാണ് വേണ്ടത്. എന്റെ ഫോൺ ഞാൻ നിനക്ക് തരാം, പക്ഷേ അതിന് പകരം നീ എനിക്ക് പണം തരണം. അയ്യോ, എന്റെ കയ്യിൽ ഇപ്പൊ കാശൊന്നുമില്ല. കാശില്ലെങ്കിൽ ഫോണും തരാൻ പറ്റില്ല. അയ്യോ അങ്ങനെ പറയല്ല ചേച്ചി. എനിക്ക് കോള് വിളിക്കാൻ പറ്റിയ കാശ് ഞാൻ എത്തിച്ചു തരാം. അതൊന്നും പറ്റില്ല. ആ വാച്ച് തന്ന ഫോൺ ഞാൻ തരാം, പക്ഷേ ഒരു കോള് മാത്രമേ വിളിക്കാവൂ. ശരി, വാച്ച്. ഇനി ഒന്ന് ഫോൺ തരൂ. ഒറ്റ കോള് വിളിച്ചിട്ട് തന്നേക്കണേ. ശരി. എത്രയും പെട്ടെന്ന് മഹേട്ടിനെ വിളിച്ച് കാര്യം പറയണം. മഹേട്ടിന് എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. ആരാ വിളിക്കുന്നത്? അൺനോൺ നമ്പരാ. ഞാനങ്ങ് കട്ട് ചെയ്തു. എന്ത് പണിയായിട്ട് നീ കാണിച്ചേ? അത് ഗംഗയായിരിക്കും. ഡ്രൈവറുടെ മറ്റു ഫോൺ വാങ്ങി വിളിച്ചതാണെങ്കിലോ? അയ്യോ, ഞാനത് അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചില്ല. ഈ ടെൻഷനിൽ ഒഴിവാക്കാന്ന് കരുതിയാ ഞാൻ കട്ടാക്കിയത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇല്ല മഹി, ഗംഗയാണെങ്കിൽ ഗംഗയുടെ ഫോണിൽ നിന്നല്ലേ വിളിക്കൂ. അതെങ്ങനെ പറയാൻ പറ്റും? എനിക്ക് തോന്നുന്നത് ഗംഗയുടെ ഫോണിന് എന്തോ പറ്റിയെന്നാ. അതല്ലേ ഗംഗ നേരത്തെ രേഷ്മയുടെ ഫോണിൽ നിന്ന് വിളിച്ചത്? അത് ശരിയാ, ഞാൻ പെട്ടെന്ന് അത് ഓർത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? കട്ടായല്ലോ. മതി മതി, എന്റെ ഫോണിങ് തന്നെ. അയ്യോ ചേച്ചി, എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല, അവിടെ കട്ടാക്കി. ഞാൻ ഒന്നുകൂടി ഒന്ന് വിളിച്ചോട്ടെ? പറ്റില്ല, ഒരു തവണയെ വിളിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞോണ്ടാ ഞാൻ ഫോൺ തന്നത്. അയ്യോ ചേച്ചി, ചേച്ചി ഒരു മനസാക്ഷി കാണിക്കണം. ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് വിളിച്ചോട്ടെ? മലയാളത്തിലല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്? നീ തന്ന സാധനത്തിന് പകരം ഫോൺ ഞാൻ തന്നു കഴിഞ്ഞു. ഇനി എന്റെ പുറകെ വന്ന എന്റെ സ്വഭാവം മാറും. ചേച്ചി അങ്ങനെ പറയല്ലേ.
ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. അത്രയ്ക്ക് അത്യാവശ്യം ആയതുകൊണ്ടാ. ഒരിക്കൽ കൂടി ഒന്ന് സഹായിക്കണം. തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സുഖാണോ സഞ്ജു? സഞ്ജന എന്താ ഇവിടെ? ഞാൻ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. ഒറ്റയ്ക്ക. ഇപ്പൊ ഹസ്ബൻഡ് ഒപ്പം ഉണ്ടാകേണ്ടതാണ്. പക്ഷെ എന്റെ വിധി അത് നടന്നില്ല. നമ്മളൊന്ന് ആഗ്രഹിക്കുന്നു, ദൈവം മറ്റൊന്ന് വിധിക്കുന്നു. സാരമില്ല. പക്ഷേ ഒരു കാര്യം പലരും മറന്നുപോകും. ഒരു പെണ്ണ് വധുവായി ഒരുങ്ങി കല്യാണ മണ്ഡപത്തിലേക്ക് വലതുകാല് വെച്ച് കയറുന്നത് ഒരുപാട് സ്വപ്നങ്ങളോടെയാ, ഒത്തിരി പ്രതീക്ഷകളോടെയാ. ആ സ്വപ്നങ്ങള് ഒരു നിമിഷം തകർത്തെറിയാന്ന് പറഞ്ഞ ഒരു പെണ്ണും അത് സഹിക്കില്ല. അവളുടെ സ്വപ്നങ്ങൾ യാതൊരു ദയയുമില്ലാതെ തകർത്തെറിഞ്ഞവരോട് അവൾ ഒരിക്കലും പൊറുക്കുകയുമില്ല. അങ്ങനെ ഏതൊരു പെണ്ണിന്റെ ആയാലും കണ്ണീരിൽ കെട്ടിപ്പൊക്കിയ ദാമ്പത്യ ബന്ധങ്ങളൊന്നും അധികകാലം നിലനിന്നിട്ടുമില്ല. എന്നെ കല്യാണ മണ്ഡപത്തിൽ നാണം കെടുത്തിയവര് ഇപ്പൊ സന്തോഷത്തോടെയാണോ ജീവിക്കുന്നത്? പറയ്. അതിനുശേഷം അവർക്ക് ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും സമാധാനം കിട്ടിയിട്ടുണ്ടോ? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും സഞ്ജു എന്താ ഒന്നും പറയാത്ത? സഞ്ജന എന്നെ കുറ്റപ്പെടുത്തതല്ലേ? കേൾക്കട്ടെ. എന്നെ കണ്ണീര് കുടിപ്പിച്ചിട്ട് പോയ സഞ്ജുവിന്റെ ജീവിതത്തിന്റെ വിശേഷങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അറിയുന്നുണ്ട്. ആദ്യം താലി കെട്ടിയ പെണ്ണ് ഒരു വശത്ത്, രണ്ടാമത് കൊട്ടും കുരവയും ആർപ്പുവിളികളോടെ വിവാഹം കഴിച്ച മറ്റൊരുത്തി മറുവശത്ത്. ഇതെന്റെ ഭർത്താവാണെന്ന് പറഞ്ഞ ഒരുത്തി തേനും പാലും ഊട്ടാൻ നടക്കുന്നു. അല്ല, ഇത് എന്റെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞ് മറ്റൊരുത്തി അധികാരം സ്ഥാപിക്കാൻ നിൽക്കുന്നു. ഇതിന് നടുക്ക് എന്താ വേണ്ടെന്നറിയാതെ ഭർത്താവിന്റെ വേഷം കെട്ടി സഞ്ജു. അല്ല, ഇനി ജീവിതത്തില് സഞ്ജുവിന് എങ്ങനെ സ്വസ്ഥത കിട്ടാനാ? പിന്നെ സഞ്ജുവിന്റെ സ്വാതിയുടെയും കല്യാണം നടത്താനും എന്നെ പുറത്താക്കാനും നടന്ന ലക്ഷ്മിയുടെ അവസ്ഥ ഇപ്പൊ എന്തായി? പറ. തലയ്ക്ക് സുഖമില്ലാതെ ആ വീട്ടിൽ സ്ഥിരം ശല്യമായി അലയല്ലേ? നോക്കിക്കോ, എന്നെ ചതിച്ച ആ ലക്ഷ്മി ഇനി മുഴുഭ്രാന്തിയായി ഒടുവിൽ തെരുവിൽ അലയും. മതി, നിർത്ത്. ആഹാ, കണ്ടോ? അപ്പൊ ഭാര്യമാരുടെ സ്നേഹം ലക്ഷ്മിയോടോ? അവള് പറഞ്ഞപ്പോ സഞ്ജുവിന്റെ ദേഷ്യം കണ്ടോ? ആരെ സ്നേഹിക്കണം സ്നേഹിക്കണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നീ അതിൽ ഇടപെടണ്ട. ഈ അവസരം മുതലെടുക്കാനാണ് നിന്റെ മമ്മിയുടെ ശ്രമമെങ്കില് അത് നടക്കില്ല. നിങ്ങളവിടെ ചെയ്തു കൂട്ടിയൊന്നും ഞാൻ മറന്നിട്ടില്ല. മേലിൽ നീ ഇക്കാര്യം പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. വന്നാ അമ്മയും മോള് ഈ നാട്ടിൽ നിന്ന് നല്ല രീതിയിൽ തിരിച്ചു പോവില്ല. എനിക്കിനി ഒന്നും നോക്കാനില്ല. അത് ഓർമ്മയിരിക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയാൾ ഒരു ബുദ്ധിശാലി തന്നെയാ. ഏതായാലും ഒരു കണക്കിന് അയാൾ രക്ഷപ്പെട്ട് ഓടിയത് നന്നായി. അല്ലെങ്കിൽ വിശാൽ അയാളെ കൊന്നേനെ. അത് പറയാൻ പറ്റില്ല. ചിലപ്പോ അയാൾ വിശാലിനെ ആക്രമിച്ചേനെ. ഏതായാലും അതുണ്ടാവാഞ്ഞത് ഭാഗ്യം. ഗായത്രിയമ്മയെ കൊന്നതിന് പകരം അയാളെ കൊന്ന മരിച്ചുപോയ ഗായത്രിയമ്മ തിരികെ വരൂ. വിശാൽ എന്ത് പൊട്ടത്തരാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്? അയാള് ചെയ്ത കുറ്റത്തിന് കോടതി അയാളെ നിയമപരമായി ശിക്ഷിച്ചതാ. അയാൾ ആ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. കോടതി വിധിച്ച ശിക്ഷയ്ക്കപ്പുറം അയാൾക്കെതിരെ ഒരു ശിക്ഷ നടപ്പിലാക്കാൻ പോയ വിശാലിന്റെ ഭാവിയല്ലേ നശിക്കുന്നത്? ഈ
ശേഖരൻ ജയിലിൽ കിടന്നതുപോലെ ഒരു 10-14 വർഷം വിശാലും അതിന്റെ പേരിൽ ജയിലിൽ കഴിയേണ്ടി വരില്ലേ? വിശാൽ എന്താ അതൊന്നും ചിന്തിക്കാത്തത്? സമയം കിട്ടുമ്പോ നീ അവനൊന്ന് ഉപദേശിക്കേ. ഇല്ലെങ്കിൽ അവന്റെ ഭാവി തകരുന്നതിനൊപ്പം നിന്റെ ഭാവിയും തകരും. അതെങ്ങനെയാ? പാർവതിയുടെ തലയണ മന്ത്രത്തിൽ നിന്നും വിശാല് മാറി ചിന്തിക്കണ്ടേ? പാർവതിയുടെ ഉപദേശങ്ങളാണ് മഹത്തരമെന്ന് ചിന്തിക്കുന്ന അവന്റെ തലയിലേക്ക് ഞാൻ പറയുന്നത് വല്ലതും കേറൂ? ജാസ്മിൻ, നീ ഇങ്ങനെ നിരാശപ്പെടാതെ പാർവതിയെ മാറ്റി നിർത്തിയിട്ട് അവനോട് അടുക്കാൻ ശ്രമിക്കണം. ഞാനിത് എത്ര നാളായിട്ട് നിന്നോട് പറയുവാ. അല്ല, നീ എന്താ അത് കേൾക്കാത്തെ? എടി, ഒരു പെണ്ണ് വിചാരിച്ച ഏതൊരാണിന്റെയും മനസ്സ് മാറ്റിയെടുക്കാൻ സാധിക്കും. പാർവതിയിൽ നിന്നും അവനെ നിന്നിലേക്ക് ആകർഷിക്കുക എന്നുള്ളത് നിന്റെ മിടുക്ക. ആ മിടുക്ക് നീ കാണിക്കണം. കാണിച്ചേ മതിയാവൂ. ഞാനതിന് ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ, അത് നടത്തിയെടുക്കണം. എല്ലാവരും വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും ആരും വിചാരിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നതും ജനിച്ചപ്പോഴേ ചേച്ചിക്ക് കൈവന്ന കഴിവുകളാണല്ലോ. ആ കഴിവുള്ളതുകൊണ്ടാണല്ലോ എന്റെ ആദ്യ ഭർത്താവ് ശേഖരൻ ഇന്ന് സെൻട്രൽ ജയിലിൽ അഴിയെണ്ണിക്കൊണ്ട് കിടക്കുന്നത്. വിഡ്ഢി, എന്റെ രക്ഷയ്ക്കായി ആ കുറ്റം സ്വയം ഏറ്റെടുത്ത പമ്പര വിഡ്ഢി. അല്ല, നീ എന്തേ ചിന്തിക്കുന്നു? ഞാൻ ചിന്തിക്കുന്നത് ആന്റിയും ശേഖരനെയും കുറിച്ചാ. ആന്റിയും ശേഖരനും തമ്മില് എന്തോ വലിയ രഹസ്യമുണ്ട്. വിശാല് കരുതുന്നത് ഗായത്രിയമ്മയെ കൊന്നത് ശേഖരനാണെന്നാണ്. പക്ഷേ നമുക്ക് മാത്രമേ അറിയൂ ആ കൊലപാതകത്തിന് പിന്നിൽ പ്രഭാവതി ആന്റി ആണെന്ന്. ഒരു കാര്യം ഉറപ്പാ, ചെയ്യാത്ത കുറ്റത്തിന് തന്നെ കുടുക്കിയ ആന്റിയോട് പ്രതികാരം ചെയ്യാൻ തന്നെയാണ് ശേഖരൻ വന്നിരിക്കുന്നത്. അയാൾ ആ ലക്ഷ്യവുമായി എവിടെ കഴിഞ്ഞാലും അയാളെ നമുക്ക് കണ്ടെത്തണം ആന്റി. നമ്മളെന്തിനാ കണ്ടെത്താൻ പോന്നെ? വേണം, അയാളെ നമ്മുടെ കസ്റ്റഡിയിലാക്കി വെക്കണം. പ്രഭാവതി ആന്റി വിശ്വസിക്കാൻ പറ്റില്ല. എന്നെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ മുഴുവൻ അറിയുന്ന ആളാ ആന്റി. ഒരുപക്ഷെ എന്നെങ്കിലും അവർ രഹസ്യങ്ങൾ വെച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോ നമുക്ക് ആന്റിക്കെതിരെ കളത്തിലിറങ്ങി കളിക്കാൻ ഒരാള് വേണം. അതാണ് ശേഖരൻ എന്ന ഈ ശേഖരമെങ്ങും. നിന്റെ ബുദ്ധി കൊള്ളാലോ മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ പാർവതി തന്നെ ആ പണം എടുത്ത് മാറ്റി വെച്ചിട്ട് നാടകം കളിക്കുന്നതാവും. അയ്യോ, ഇവൾക്കല്ലാതെ വേറെ ആർക്കാ ഇവിടെ പണം വേണ്ടത്? നമ്മളെല്ലാവരും ലക്ഷങ്ങൾ കണ്ട് വളർന്നവരല്ലേ. ഞങ്ങൾക്കാണോ 20 ലക്ഷത്തിന്റെ ആവശ്യം? സുശീലാന്റി, നിങ്ങൾ എന്ത് കണ്ടിട്ടാ ഈ വക വർത്തമാനം പറയുന്നത്? പാർവതിയെ വെറുതെ കുറ്റപ്പെടുത്തരുത്. പണം മാറ്റി വെച്ചിട്ട് നാടകം കളിക്കേണ്ട ആവശ്യം പാർവതിക്കില്ല. എങ്കിൽ പിന്നെ ആ പണം എവിടെ പോയി? ഇവളുടെ മുറി ഇവള് മാത്രമല്ലേ യൂസ് ചെയ്യുന്നത്? ആ മുറിക്കകത്ത് കയറി ആര് പണം എടുക്കാനാ? ഈ വീട്ടിൽ നിന്നും പണം എവിടെയും പോവില്ല. അത് ഇവിടെ തന്നെ കാണും. ഈ വീട് മുഴുവൻ കാര്യമായിട്ടൊന്ന് അന്വേഷിക്കാം. അപ്പോ ആ പണം എവിടെയാണെങ്കിലും കിട്ടാതിരിക്കില്ല. അന്വേഷിക്കട്ടെ, ഈ വീട് മുഴുവൻ അന്വേഷിക്കട്ടെ. അപ്പൊ പല്ലവിയുടെ മുറിയിൽ നിന്നും പണം കിട്ടും. ഞങ്ങളുടെ പദ്ധതി വിജയിക്കും. അനിയത്തിയും ചേച്ചിയും കള്ളികളായിട്ട് നാണം കെട്ടി ഇവിടുന്ന് ഇറങ്ങും. പണം ഒറ്റ ദിവസം കൊണ്ട് ഇവിടുന്ന് കാണാതാവണമെങ്കിൽ അത്
നമ്മൾ തെരഞ്ഞ് കണ്ടുപിടിക്കുക തന്നെ വേണം. പാർവതി പണം സൂക്ഷിച്ചു വെക്കുന്നത് കണ്ടിട്ട് ആരെങ്കിലും അതെടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഈ വീട്ടിനുള്ളിലെ കള്ളൻ തന്നെ ആവണം. അതാരാണെന്ന് കണ്ടെത്തണം, കണ്ടെത്തി ശിക്ഷിക്കണം. വേണ്ട. പണം തേടി നിങ്ങൾ ആരും നിങ്ങളുടെ സമയം പാഴാക്കണ്ട. നഷ്ടപ്പെട്ട ആ പണം കണ്ടെത്താനുള്ള വിദ്യ എനിക്കറിയാം. എന്ത് വിദ്യ? അത് ഞാൻ കാണിച്ചു തരാം. ഗാർഗി, നീ അടുക്കളയിൽ പോയി ഒരു നാരങ്ങ എടുത്തിട്ട് വാ. നാരങ്ങയോ? അതെ, നാരങ്ങ. നീ അത് പോയി എടുത്തിട്ട് വാ. നാരങ്ങ വെച്ച് നീ പണം കണ്ടുപിടിക്കാൻ പോവാണോ? നീ എന്താ മെജീഷ്യനാ? അതോ നീ മായാജാലക്കാരിയാണോ പാർവതി? അതെ, ഇതൊരു തരം മായാജാലം തന്നെയാണ് ജാസ്മിൻ. എന്റെ മുത്തശ്ശൻ പഠിപ്പിച്ചു തന്ന മായാജാലം. അതെന്താണെന്ന് എല്ലാവരും കണ്ടറിഞ്ഞാ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ ആഘോഷങ്ങളെല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്യാം. അച്ഛനൊരു പിറന്നാൾ ആഘോഷിച്ചില്ല എന്നല്ലേ ഉള്ളൂ. കുടുംബം തകരില്ലല്ലോ. അനന്തേട്ടാ, വേണ്ട, അങ്ങനെ ഒരു തീരുമാനം വേണ്ട. നമ്മുടെ മക്കളല്ലേ, എന്തോ ചെറിയൊരു സൗന്ദര്യപ്പിണക്കം. കൊച്ചു കുഞ്ഞുങ്ങളൊന്നും അല്ലല്ലോ, പറഞ്ഞവർക്ക് മനസ്സിലാവില്ലേ? ആദിയെ അരുണിനെയും ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. അനന്തേട്ടാ, എടാ മോനെ. വേണ്ട, എനിക്കിവിടെ ആരുടെ ഉപദേശം വേണ്ട. എടാ, നിന്റെ അമ്മയല്ലേ പറയുന്നത്? എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? അച്ഛാ, അച്ഛൻ എന്നെ കരുതി ഇവിടുത്തെ ഫംഗ്ഷൻ ഒന്നും ക്യാൻസൽ ചെയ്യണ്ട. എല്ലാം ആഘോഷമായിട്ട് തന്നെ നടക്കട്ടെ. പിന്നെ അച്ഛൻ്റെ ബർത്ത്ഡേ അല്ലേ, എല്ലാത്തിനും ഞാനുണ്ടാവും. അച്ഛാ, ഞാൻ ശരിക്കും ആത്മാർത്ഥമായിട്ട് പറയുന്ന, എനിക്കും ഇടയ്ക്ക് എന്റെ മനസ്സൊന്നും അത് പോട്ടെ. അച്ഛാ, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അല്ലെ, ആ മ്യൂസിക്കിന്റെ കാര്യം സെറ്റ് ചെയ്യണം, അതല്ലേ? ആ, അത് ഞാനിപ്പോ തന്നെ സെറ്റ് ചെയ്യാം. അരുൺ നേരെ ഇപ്പം താനാണോ ഇപ്പൊ മൂഡ് ഓഫ് ആയി നിൽക്കുന്നത്? ആ ചെല്ല് ചെല്ല്, കാര്യങ്ങളൊക്കെ ഉഷാറാക്കാൻ നോക്ക്. ചെല്ല്.
അമൃത, നീ അങ്ങോട്ട് ചെന്ന് അമ്മയെ സഹായിക്ക്. ചെല്ല്. ആദ്യേട്ടൻ. നീ ചെല്ല്. ഓ. ഡാ, അത് നിന്നോട് ഇനി പ്രത്യേകം പറയണമെന്നുണ്ടോ? ചെല്ലു മോനെ. ഐശ്വര്യ, ചെല്ല്. അധികം സമയമില്ല. അരുണാകെ മാറിപ്പോയി. എപ്പോഴും ചിന്തയും ദേഷ്യവും. എന്തോ പ്രശ്നമുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മമ്മിയോടാ ഞാൻ പറയുന്നേ, കേൾക്കുന്നില്ലേ? ഞാൻ ആ ശ്യാമയെ കൊണ്ട് പാടിപ്പിക്കാൻ എന്താ മാർഗമെന്ന് ആലോചിക്കുകയായിരുന്നു. നന്നായി. സ്റ്റേജിൽ കയറി പെർഫോമൻസ് തുടങ്ങാൻ സമയമായി. അപ്പോഴാ പാടാൻ അവളെ സമ്മതിപ്പിക്കാനുള്ള വഴി തേടുന്നേ. നമ്മൾ വേറെ ആളെ വെച്ച് പാടിച്ചാൽ അത് പറ്റില്ല. ഒന്ന്, മറ്റുള്ളവരെ ശബ്ദം തിരിച്ചറിഞ്ഞത് പ്രശ്നമാവും. അല്ലെങ്കിൽ തന്നെ ആ വർമ്മ നമ്മുടെ തന്ത്രങ്ങളെല്ലാം പൊളിക്കുമെന്ന് ശപഥം ചെയ്തിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ ഞാൻ പലവട്ടം മമ്മിയോട് പറഞ്ഞതല്ലേ. അപ്പൊ മമ്മി പറഞ്ഞു വരട്ടെ, വഴി കാണാം, ശരിയാകുമെന്നൊക്കെയല്ലേ എന്നോട് പറഞ്ഞത്. എന്നിട്ടിപ്പോ അവസാന നിമിഷത്തില് അവളെ കൊണ്ട് പാടിക്കാനുള്ള വഴി നോക്കുക. എന്തായാലും ഞാനൊരു കാര്യം പറയാം. ഈ പ്രോഗ്രാം നടന്നില്ലെങ്കിൽ പിന്നെ എന്നെ മമ്മി കാണില്ല. ഞാൻ ഈ നാട് വിട്ട് എന്നെ ആരും തിരിച്ചറിയാത്ത ഏതെങ്കിലും നാട്ടിലേക്ക് പോവും. എന്തായാലും നാണം കെട്ട് ഒരു നിമിഷം പോലും എനിക്ക് പറ്റില്ല. നീ ടെൻഷൻ ആവാതെ വിസ്മയ, ഞാൻ ഒടുവിൽ ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ തന്ത്രം ഒന്ന് നടപ്പായി കിട്ടിയ ഒരു കാര്യം ഉറപ്പാ, ഈ ഫംഗ്ഷനും ശ്യാമ വിസ്മയ്ക്ക് വേണ്ടി പാടും. അതും ആ വർമ്മയുടെയും അഖിലിന്റെയും മുമ്പിൽ വെച്ച്. ആ ശ്യാമയെ കൊണ്ട് ഞാൻ പാടിക്കും. പറ മമ്മി, എന്താ ഐഡിയ? ഐഡിയ പറയാം. ആദ്യം ഞാൻ അത് നടപ്പാക്കാനുള്ള ആളെ വിളിക്കട്ടെ. ആരാ മമ്മി അത്? ഞാൻ ഫോൺ ചെയ്യാം, അപ്പൊ നീ കേട്ടോ. എന്താ മേഡം, എന്താ വിളിച്ചേ? എന്റെ ജയന്തി മോളെ എന്ത് ചെയ്യാ? അയ്യോ, അത് മാഡം, ഞാനിങ്ങനെ കൂട്ടിലടച്ച കിളിയെ പോലെ വെറുതെ ഇങ്ങനെ വല്ലാത്ത ജീവിതമായിപ്പോയി, അത്ര തന്നെ. എന്നാ നാളെ വൈകിട്ട് നമുക്കൊരു ഔട്ടിങ്ങിന് പോയാലോ? എന്താ മാഡം? അതെ, ഞാനും മോളും നാളെ വൈകിട്ട് കാറുമായിട്ട് വരും. ആരും കാണാതെ ജയന്തിയും കൂട്ടി നമ്മൾ ബീച്ചിലും 5 സ്റ്റാർ ഹോട്ടലിലുമൊക്കെ അടിച്ചു പൊളിച്ച് ജയന്തിക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വരും. എന്താ? അയ്യോ, ഞാൻ സ്വപ്നം കാണാണോ? പിന്നെ ജയന്തിക്ക് ഇഷ്ടപ്പെട്ട വളയോ മാലയോ നല്ലൊരു ഗിഫ്റ്റ് ഞാൻ വാങ്ങിത്തരും. അയ്യോ, ഇതെല്ലാം നടക്കോ മാഡം? നടക്കും. ജയന്തി എനിക്ക് വേണ്ടി ചെറിയൊരു ഉപകാരം ചെയ്യണം. എന്താ മാഡം പറയേ, എന്ത് വേണോ ഞാൻ ചെയ്യാം. ഞാൻ പറയുന്ന ശ്രദ്ധിച്ചു കേക്ക്. ഇനി ഒരു നിമിഷം വൈകരുത്. ശ്യാമയുടെ അമ്മ എവിടെ ഉണ്ടല്ലോ, വേഗം വേണം. അമ്മയും ഞാനും എവിടെയുള്ളൂ, വേറെ ആരുമില്ല. അത് നന്നായി. വേഗം ഞാൻ പറഞ്ഞത് ചെയ്. ശരി മാഡം. മമ്മി, ഇത്രയും വലിയ ഐഡിയ ഒക്കെ ഈ തലയ്ക്കകത്ത് എവിടെയായിരിക്കുന്നേ? നീ നോക്കിക്കോ മോളെ, ജയന്തി അത് ചെയ്തിരിക്കും. ബാക്കി നമ്മളും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതെന്താ ബാഗ് എടുത്തോണ്ട് പോകുന്നു? പടം വരച്ച് തന്നല്ലോ സർ. എന്റെ ജോലി കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ പോവാ സർ.
സോറി, നീ മിടിക്കുക, അതിസമർത്ഥ. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പം നിനക്ക് ഇവിടുന്ന് പോവാൻ പറ്റില്ല ആര്യ. എന്തു പറ്റി സർ? ഇനി എന്താ വേണ്ടത്? നിന്റെ ജോലി കഴിഞ്ഞിട്ടില്ലല്ലോ, ബാക്കി എവിടെ? ഞാൻ ചിത്രം വരച്ച് തന്നല്ലോ സർ. അത് ഒരെണ്ണമല്ലേ, ഇനിയുണ്ട് വരയ്ക്കാൻ. ദാ, ഇവര് രണ്ടുപേരും ബാക്കി നിൽക്കുന്നു പടം വരയ്ക്കപ്പെടാനായിട്ട്. രാധയെ വരച്ചതുപോലെ ഇവരെയും കൂടി താൻ വരയ്ക്കണം. ദർശന ആൻഡ് സൗഭാഗ്യ രണ്ടുപേരെയും വേണം. അതുകൂടി വരച്ചു കഴിഞ്ഞാലേ ആര്യയ്ക്ക് പോവാൻ പറ്റൂ. എന്താ, വരയ്ക്കില്ലേ? വരയ്ക്കാം സർ. വെറുതെ വരച്ചാ പോരാ, മുമ്പത്തെ പോലെ കൃത്യമായിരിക്കണം. ഇപ്പോഴത്തെ ദർശനയും സൗഭാഗ്യയും കൊത്തി വച്ചതുപോലെ വരയ്ക്കണം താൻ. ആ, എങ്കിൽ തുടങ്ങിക്കോ മണിച്ച. ചേച്ചിയുടെ ചിത്രം കറക്റ്റായി വരച്ചതുകൊണ്ട് ഇയാളിനി ഞാൻ ഏത് ചിത്രം വരച്ചാലും വിശ്വസിച്ചോളും. അഞ്ജലി, ഇത്ര പെട്ടെന്ന് പ്രസാദേട്ടൻ എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. വലിയ ദൂരമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. താനെന്ത് ചെയ്യായിരുന്നു? ഫാർമസിയിലെ മരുന്ന് വാങ്ങാൻ ക്യൂ നിന്നും മടുത്തു. ഒടുവില് പുറത്തുനിന്ന് വാങ്ങാന്ന് കരുതി ഹോസ്പിറ്റൽ ബില്ല് മാത്രം അടച്ചു. എന്നിട്ട് എവിടെ തന്റെ ബന്ധുക്കൾ? റൂമിലാ, വാ പരിചയപ്പെടാം. ദാ ഇതുവഴിയാ പോണ്ടത്, വാ. എവിടെ അവര്? അറിയില്ല, ഞാൻ ബില്ലടയ്ക്കാൻ പോകുന്നത് വരെ ഇവിടെ ഉണ്ടായിരുന്നു. അവര് പോയെന്നാ തോന്നുന്നേ. ബാഗൊന്നും കാണുന്നില്ല. അതെന്ത് മര്യാദകേടാ, തന്നോടൊരു നന്ദി വാക്കുപോലും പറയാതാണോ പോയത്? നന്ദി പറഞ്ഞില്ലെന്നുള്ളതല്ല പ്രശ്നം, അവര് എവിടേക്കാ പോയതെന്ന് അറിയേണ്ടത്. പോയൊരു പോട്ടെ, പൂർണ്ണിമ അവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ ദത്തൻ സാറിന് പ്രത്യേകം അന്വേഷിച്ചു. പാടോ, ബാക്കിയൊക്കെ പിന്നെ നോക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സർ, വരൂ സർ. എന്നാ വാ. ഇതാണോ ഇളയാള്, ആ സൗഭാഗ്യം? അതെ. അതെ, അതേ കണ്ണുകൾ. യെസ്, ഇത് തന്നെയാണ് സൗഭാഗ്യ. സൂപ്പർ ആര്യ, സൂപ്പർ. നീ ചെയ്തു തന്ന സഹായം ഒരിക്കലും ഞാൻ മറക്കില്ല. എന്റെ കോട്ടയ്ക്കൽ ദേശം തന്നെ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. എന്റെ രാധ, എന്റെ ദർശന, എന്റെ സൗഭാഗ്യ.
ഈ 3 പേരെ എനിക്ക് കിട്ടിയിരിക്കുന്നു. ഹലോ, എത്തിയോ? എന്തായി, വരച്ചു കഴിഞ്ഞോ? സാറും ഒക്കെ പറഞ്ഞോ പടങ്ങൾ കണ്ടിട്ട്? താങ്ക് യു ഹരി, താങ്ക് യു വെരി മച്ച്. നിങ്ങളൊരു വലിയ ആർട്ടിസ്റ്റിനെ തന്നെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. ആര്യ, നിനക്കൊരു സ്പെഷ്യൽ സമ്മാനമുണ്ട്. മനുഷ്യങ്ങ എന്റെ സന്തോഷത്തിന് ഒരു ചെറിയ സമ്മാനം. അയ്യോ, ഇത്രയൊന്നും വേണ്ട സർ. ഏയ് വേണം, അത്ര വലിയ ഉപകാരമാണ് ആര്യ എനിക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നത്. ദാ പിടിക്കൂ, പിടിക്ക. താങ്ക് യു സർ. ആ, ഇതിന്റെ പകുതി ക്രെഡിറ്റ് ഹരിക്ക. ഞാൻ വെറും വാക്ക് പറയാറില്ല. ആര്യ ഇനി ഒരുപാട് ഉയരങ്ങളിലെത്തും. ശരിക്കും സർ, എനിക്ക് ഉറപ്പാ. താങ്ക് യു മോളെ, എന്റെ മാനം കാത്തു. ഐ ലവ് യു ചക്കരെ. സോറി സർ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. നൈസ് ജോഡി. നിങ്ങൾക്ക് രണ്ടുപേർക്കും കല്യാണം കഴിച്ചൂടെ? കഴിക്കണമെന്ന് തന്നെയാണ് സാർ ആഗ്രഹം. എങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. നിങ്ങളുടെ കാര്യം ഞാൻ പ്രസാദിനോട് പറയാം. എന്താ പോരെ? താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഇറങ്ങിക്കോളൂ. എന്റെ മോളെ, ലോട്ടറി എന്ന് പറഞ്ഞ ഇതാ, ആകാശം മുട്ടുന്ന അഭിനന്ദനവും കൈ നിറയെ കാശും. ഇതിന്റെ ചെലവ് ഇന്ന് തന്നെ ചെയ്യണം. വാ നടക്ക്. ഈ പിള്ളേരുടെ ഒരു കാര്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.